ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യ അപ്പോയിന്റ്മെന്റ്സിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള അപ്പോയിന്റ്മെന്റ്സ് നോക്കിയായിരുന്നു. LD എക്സാം ഒക്കെ വരികയാണ്. ഈ ആഴ്ച തന്നെ കൊല്ലം കണ്ണൂർ LD ഉണ്ട്. അപ്പോൾ എക്സാം ഉള്ള എല്ലാവരും തന്നെ മിസ്സാവാതെ തന്നെ കാണുക. ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോയിന്റ്മെന്റ്സ് ഇന്ത്യ. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദിയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഇത് രണ്ടും നമുക്ക് പറയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടിയും അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങുമ്പോൾ നമുക്ക് രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും പറയാതെ പോകാൻ കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ആരാണ് ഉപരാഷ്ട്രപതി? ജഗദീപ് ധൻകർ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ്. ലോക്സഭാ സ്പീക്കർ, നമ്മുടെ നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ. INCയുടെ കൊടിക്കുന്നിൽ സുരേഷിനെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കർ ആയത്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കൊടിക്കുന്നിൽ സുരേഷ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു MP ആണ് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കർ ആയിരിക്കുന്നത്. നിലവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മനുഷ്യാവകാശ കമ്മീഷണർ വിജയ ഭാരതി സയാനി ആക്ടിംഗ് ആണ്. അവസാനം ഇരുന്നത് നമ്മുടെ അരുൺ കുമാർ മിശ്രയാണ്. നിലവിൽ ആക്ടിംഗ് മനുഷ്യാവകാശ കമ്മീഷണർ ആക്ടിംഗ് ആണ് വിജയ ഭാരതി സയാനി. ആരാണ്? വിജയ ഭാരതി സയാനിയാണ് മനുഷ്യാവകാശ കമ്മീഷണർ. വനിതാ കമ്മീഷണർ രേഖാ ശർമ്മ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി രേഖാ ശർമ്മയാണ്. ഇപ്പോഴും രേഖാ ശർമ്മ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ആരാണ്? കിഷോർ മക്വാനയാണ് പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെയാണ്, ഓർത്തിരിക്കുക, കേരളത്തിൻ്റെതല്ല. കേരളത്തിൻ്റെത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷനൊക്കെ ആരാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇത് നമ്മുടെ ഇന്ത്യയുടെയാണ്. നാഷണൽ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ് ശ്രീ കിഷോർ മക്വാന. ആരാണ്? ശ്രീ കിഷോർ മക്വാന. പട്ടികജാതി പഠിക്കുമ്പോൾ പട്ടികവർഗം കൂടി പഠിച്ചിരിക്കുക. പട്ടികവർഗ കമ്മീഷണർ അന്താർ സിംഗ് ആര്യ. ആരാണ്? അന്താർ സിംഗ് ആര്യയാണ് പട്ടികവർഗ കമ്മീഷണർ. തിരിഞ്ഞു പോകരുത്. പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന, പട്ടികവർഗ കമ്മീഷണർ അന്താർ സിംഗ് ആര്യ. ആര്യവർഗം എന്ന് ഓർത്തിരുന്നാൽ മതി. എന്താണ് ആര്യവർഗം? അപ്പോ പട്ടികവർഗ കമ്മീഷണർ അന്താർ സിംഗ് ആര്യ, ആര്യവർഗം എന്ന് ഓർത്തിരിക്കുക. പിന്നാക്ക സമുദായ കമ്മീഷണർ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. പിന്നാക്ക സമുദായ കമ്മീഷണർ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. നമ്മൾ പിന്നിൽ നിന്നാണ് ഹാൻഡ് പൊക്കി കാണിക്കുന്നത് അല്ലേ? നമ്മൾ പിന്നിൽ നിൽക്കുന്നവർ ഒരാളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹാൻഡ് പൊക്കി കാണിക്കുന്നത്. അപ്പോൾ പിന്നാക്ക സമുദായ കമ്മീഷണർ പിന്നിൽ നിന്നും ഹാൻഡ് പൊക്കി കാണിക്കുന്നു ഹൻസ് രാജ്. പിന്നാക്ക സമുദായ കമ്മീഷണർ ആരാണ്? ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. പട്ടികവർഗ കമ്മീഷണർ ആരാണ്? അന്താർ സിംഗ് ആര്യ. ആര്യവർഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ആലോചിക്കുക. പട്ടികവർഗ കമ്മീഷണർ അന്താർ സിംഗ് ആര്യ. പിന്നിൽ നിൽക്കുന്ന ആളാണ് ഹാൻഡ് പൊക്കി കാണിക്കുന്നത്. അപ്പോ പിന്നാക്ക സമുദായ കമ്മീഷണർ ഹൻസ് രാജ് ഗംഗാറാം ആഹിർ. ഇത് രണ്ടും തിരിഞ്ഞു പോകരുത്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ന്യൂനപക്ഷം ഇൻക്ലാബ് വിളിക്കുകയാണെന്ന് ഓർക്കുക. ന്യൂനപക്ഷം എന്ത് ചെയ്യാണ്? ന്യൂനപക്ഷം ഇൻക്ലാബ് വിളിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര എന്ത് ചെയ്യാണ്? ന്യൂനപക്ഷം ഇൻക്ലാബ് വിളിക്കുകയാണ്. പിന്നിൽ നിൽക്കുന്ന ആള് ഹാൻഡ് പൊക്കുകയാണ്. ആര്യവർഗക്കാരിയാണ്. ആര്യവർഗം എന്ന് ഓർക്കുക. അപ്പോ എന്താണ്? ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്യാണ്? ഇൻക്ലാബ് വിളിക്കുകയാണ്. ന്യൂനപക്ഷം ഇൻക്ലാബ് വിളിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്?
പ്രിയങ്ക കനൂങ്കോയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനൂങ്കോ. നിലവിലെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. ആരാണ്? ആർ വെങ്കിട്ടരമണി. അറ്റോർണി ആർ, ഓർക്കുക, അറ്റോർണി ആർ വെങ്കിട്ടരമണി. ചിലതൊക്കെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് കിട്ടും, ഇത് അങ്ങനെ ഓർക്കുക. അറ്റോർണി ആർ എന്ന് ഓർക്കുക. ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ അറ്റോർണി ജനറൽ. അങ്ങനെയെങ്കിൽ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത തന്നെയാണ് നിലവിലെ സോളിസിറ്റർ ജനറൽ. തുഷാർ മേത്ത. CAG ഗിരീഷ് ചന്ദ്ര മുർമു. കുറച്ച് നാളായിട്ട് അദ്ദേഹം തന്നെയാണ്. CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അപ്പോ ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷം ഇൻക്ലാബ് വിളിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനൂങ്കോ. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. CAG ഗിരീഷ് ചന്ദ്ര മുർമു. CAG ഗിരീഷ് ചന്ദ്ര മുർമു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ CGA എന്താണ്? CGA കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്. എന്താണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് ആണ് CGA. CAG എന്താണ്? CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG. ഇതെന്താണ്? CGA എന്ന് വെച്ചാൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്. എന്താണ്? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്. ആരാണ്? SS ദുബെ ആണ് നിലവിലെ CGA. തിരിഞ്ഞു പോകരുത്. CAGയും CGAയും തമ്മിൽ തിരിയരുത്. CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. കുറച്ച് നാളായിട്ട് അദ്ദേഹമാണ്, അപ്പോൾ അത് തിരിയരുത്. CGA ചോദിച്ചാൽ ഗിരീഷ് ചന്ദ്ര മുർമു എഴുതരുത്. CAG ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. അത് കഴിഞ്ഞ് CGA ആണ് SS ദുബെ. ആരാണ്? SS ദുബെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ചില ചോദ്യങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. 50ാമത് ഇന്ത്യയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. ആരാണ്? DY ചന്ദ്രചൂഡ് ആണ് നിലവിലെ ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഇന്ത്യയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. നിലവിലെ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സമരിയ. ആരാണ്? ഹീരാലാൽ സമരിയ. വിവരമുള്ളവർ സമരം ചെയ്യും എന്ന് ഓർക്കുക. അങ്ങനെയൊന്നുമല്ല, എന്നാലും ഓർത്തിരിക്കുക. എന്താണ്? വിവരമുള്ളവർ സമരം ചെയ്യും. വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയയാണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ഉപഭോക്തൃ അവകാശ കമ്മീഷൻ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും വേണ്ട ആളാണ്. ഉപഭോക്തൃ അവകാശ കമ്മീഷൻ, നമ്മൾ എല്ലാവരും ഓരോ ഉപഭോക്താക്കളാണ്. അപ്പോൾ നമ്മുടെ ചെയർമാൻ ആരാണ്? ഉപഭോക്തൃ അവകാശ കമ്മീഷൻ ചെയർമാൻ അമരേശ്വർ പ്രതാപ് സാഹി. ആരാണ്? അമരേശ്വർ പ്രതാപ് സാഹി. ഉപഭോക്താക്കൾ ഒത്തിരി സഹിക്കുന്നവരാണല്ലേ. മായമുള്ളൊരു പ്രോഡക്റ്റ് കിട്ടിയാലും ചിലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല? പ്രതികരിക്കാറില്ല, നമ്മൾ കണ്ണടയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒത്തിരി സഹിക്കാറുണ്ട് അല്ലേ. ഉപഭോക്താക്കളെല്ലാം ഒത്തിരി സഹിക്കുന്നവരാണ്. അത്രയും സഹനശേഷി നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതികരിക്കുന്നത്. അപ്പോൾ അത്രയും സഹിക്കുന്ന ഉപഭോക്താക്കളുടെ ഉപഭോക്തൃ അവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അമരേശ്വർ പ്രതാപ് സാഹി. ആരാണ്? അമരേശ്വർ പ്രതാപ് സാഹി ആണ് കേന്ദ്ര ഉപഭോക്തൃ അവകാശ കമ്മീഷൻ ചെയർമാൻ. വിവരമുള്ളവർ സമരം ചെയ്യും. വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ. അങ്ങനെയെങ്കിൽ മറ്റ് അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? ഗ്യാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധു. ആരൊക്കെയാണ്? ഗ്യാനേഷ് കുമാർ, സുഖബീർ സിംഗ് സന്ധു എന്നിവരാണ് മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചാൽ രാജീവ് കുമാർ ആണ്. മറ്റ് അംഗങ്ങൾ ചോദിച്ചാൽ ഗ്യാനേഷ് കുമാറും സുഖബീർ സിംഗ് സന്ധു. നിലവിലെ UPSC ചെയർമാൻ പ്രീതി സുധ. നമ്മൾ UPSC പഠിച്ചതാണ്. മനോജ് സോണി രാജിവെച്ച അവസരത്തിലാണ്
പ്രീതി സുധ പുതിയ UPSC ചെയർമാനായി സ്ഥാനമേറ്റത്. പ്രീതി സുധ വനിതയാണ്. UPSC ചെയർമാനാകുന്ന രണ്ടാമത്തെ വനിതയാണ് പ്രീതി സുധ. ഇതെല്ലാം നമ്മൾ UPSC ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ UPSC ചെയർമാനാകുന്ന ആദ്യ വനിത ഏത്? എല്ലാവരും കമന്റ് ചെയ്യുക. ക്ലാസ് കാണാത്തവർ തീർച്ചയായും UPSC ക്ലാസ് കാണുക. UGC ചെയർമാൻ ജഗദീഷ് കുമാർ. ജഗദീഷ് കുമാർ ആണ് UGC ചെയർമാൻ. നമുക്കറിയാം നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് അല്ലേ, സിനിമാ നടൻ ജഗദീഷ് ഒരു കോളേജ് ലെക്ചറൊക്കെ ആയിരുന്നു അല്ലേ, ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജ്, യൂണിവേഴ്സിറ്റിയിലല്ല ഒരു കോളേജ് ലെക്ചറൊക്കെ ആയിരുന്നു നമ്മുടെ ജഗദീഷ് അല്ലേ. അപ്പോൾ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജഗദീഷ് കുമാർ. UGC ഓർക്കുമ്പോൾ നമ്മുടെ ജഗദീഷ് ഒരു കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് ഓർക്കുക. UGC ചെയർമാൻ ജഗദീഷ് കുമാർ. അടുത്തത് ISRO ചെയർമാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ISRO ചെയർമാൻ S സോമനാഥ് ആണ്. പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുള്ള ചോദ്യമാണ്. ISRO ചെയർമാൻ S സോമനാഥ്. ഒന്ന് മാറ്റി ചിന്തിച്ചാൽ എത്രാമത്തെ ചെയർമാൻ എന്ന് ചോദിക്കാം. 10ാമത്തേതാണ്. 10ാമത്തെ ISRO ചെയർമാനാണ് S സോമനാഥ്. എത്രാമത്തെയാണ്? 10ാമത്തെ. UGC ചെയർമാൻ മറന്നു പോകരുത്, ജഗദീഷ് കുമാർ ആണ്. കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. മറ്റംഗങ്ങൾ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ISRO ചെയർമാൻ നമുക്കറിയാം S സോമനാഥ് ആണ്. അങ്ങനെയെങ്കിൽ VSSC ചെയർമാൻ നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ചെയർമാൻ ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. എല്ലാവരുടെയും വീട്ടിനടുത്ത് ഒരു ഉണ്ണി ഉണ്ടാവും. VSSC നമ്മുടെ കേരളത്തിലാണ് അതിന്റെ ചെയർമാൻ. അപ്പൊ നമുക്ക് അടുത്താണ്, വീടിനടുത്ത് ഒരു ഉണ്ണി ഉണ്ടാകും. ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായർ. VSSC ചെയർമാൻ S ഉണ്ണികൃഷ്ണൻ നായർ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്താണത്? DRDO. DRDOയുടെ എക്സ്പാൻഷൻ ആണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ചെയർമാൻ ആരാണ്? സമീർ V കാമത്ത്. ആരാണ്? സമീർ V കാമത്ത്. DRDO ചെയർമാൻ സമീർ V കാമത്ത്. കാമം കൂടിയാൽ നമുക്ക് ഇടി കിട്ടും. DRDO ചെയർമാനാണ് സമീർ V കാമത്ത്. ഇങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. കാമം കൂടിയാൽ നമുക്ക് എന്ത് കിട്ടും? എവിടെന്നെങ്കിലും നല്ല ഇടി കിട്ടും. DRDO ചെയർമാനാണ് സമീർ V കാമത്ത്. ഒന്ന് ഇത്തരം എക്സ്പാൻഷൻ കാണുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ എടുത്ത് ഒന്ന് ഷോർട്ട് ചെയ്ത് വായിച്ചു നോക്കുക. അതായത് ഇപ്പൊ ഒരു പക്ഷേ നമ്മൾ ISRO തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാൻ ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെ മലയാളീകരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ISRO ആണെന്ന്. അതുപോലെ DRDOയും അവർക്കൊന്ന് കുഴപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫുൾ എക്സ്പാൻഷൻ ഇട്ടായിരിക്കും ചോദിക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർമാൻ ആര് എന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ കാണുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഒക്കെ ഇട്ട് അതിനൊരു ഷോർട്ട് ഫോം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ്? കാമം കൂടിയ നമുക്ക് ഉറപ്പായിട്ടും ഇടി കിട്ടും. DRDO ചെയർമാൻ സമീർ V കാമത്ത്. ആണവോർജ കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. ആരാണ്? അജിത് കുമാർ മൊഹന്തി ആണ് ആണവോർജ കമ്മീഷൻ ചെയർമാൻ. ആണവോർജ കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തി. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. ആരാണ്? മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ. മാധവ് കൗശിക്. വൈസ് ചെയർമാൻ ആരാണ്? കുമുദ് ശർമ്മ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനാണ് കുമുദ് ശർമ്മ. ചെയർമാൻ മാധവ് കൗശിക്, വൈസ് ചെയർമാൻ കുമുദ് ശർമ്മ. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തി കാന്തദാസ്. ഒത്തിരി നാളായിട്ട് അദ്ദേഹം തന്നെയാണ്, ശക്തി കാന്തദാസ് ആണ് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ. അങ്ങനെയെങ്കിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ. RBI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? മുനീഷ് കപൂർ. ആരാണ്? മുനീഷ് കപൂർ. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ് മുനീഷ് കപൂർ. ഇന്ത്യയുടെ ലോക്പാൽ ആണ്. ലോക്പാലും ലോകായുക്തയും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ലോക്പാൽ എന്നേ ചോദിക്കൂ. ഇന്ത്യയുടെ ലോക്പാൽ എന്ന് ക്വസ്റ്റ്യൻ കാണില്ല. നിലവിലെ ലോക്പാൽ ആര് എന്നേ ഉണ്ടാകൂ. ലോക്പാൽ ആരാണ്? അജയ് മാണിക് റാവോ ഖാൻവിൽക്കർ. ആരാണ്? അജയ് മാണിക് റാവോ ഖാൻവിൽക്കർ ആണ്
ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ അജയ് മാണിക് റാവു. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? അജയ് മാണിക് റാവു. നമ്മൾ മണി കൊടുത്താണ് പാല് വാങ്ങുന്നത്. ഇന്ത്യയുടെ ലോക്പാലാണ് അജയ് മാണിക് റാവു. അങ്ങനെയെങ്കിൽ സെബി ചെയർമാൻ ആരാണ്? മാധബി പുരി ബുച്ച് ആണ് സെബിയുടെ ചെയർമാൻ. മാധബി പുരി ബുച്ച് ആരാണ്? മാധബി പുരി ബുച്ച് ആണ് സെബി ചെയർമാൻ. എന്താണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതാണ് സെബി എന്ന് പറയുന്നത്. സെബിയുടെ ചെയർമാൻ ആണ് മാധബി പുരി ബുച്ച്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഒത്തിരി നാളായിട്ട് അദ്ദേഹം തന്നെയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. റെയിൽവേ ചെയർപേഴ്സൺ ആരാണ്? ജയ വർമ്മ സിൻഹ. റെയിൽവേ ചെയർപേഴ്സൺ ആണ് ജയ വർമ്മ സിൻഹ. പ്രത്യേകതയുണ്ട്, റെയിൽവേ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വനിതയാണ് ജയ വർമ്മ സിൻഹ. അപ്പോ റെയിൽവേ ചെയർപേഴ്സൺ, നിലവിലെ ഇന്ത്യൻ റെയിൽവേ ചെയർപേഴ്സൺ ആണ് ജയ വർമ്മ സിൻഹ. പ്രത്യേകത, റെയിൽവേ ചെയർമാൻ ആകുന്ന ആദ്യ വനിതയാണ് ജയ വർമ്മ സിൻഹ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് PT ഉഷ. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ ആണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ. ആരാണ്? രഘുറാം അയ്യർ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആദിൽ സുമരിവാലയാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ്. ഒളിമ്പിക്സ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലത്തെ സ്പോർട്സ് ഫാക്റ്റ് ഒക്കെ. കഴിഞ്ഞ 1-2 തിരുവനന്തപുരം LD ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഖാദി ബോർഡ് LD ആയാലും അതിലൊക്കെ നമ്മുടെ ആര് ചോദിച്ചിട്ടുണ്ട്? കായികവുമായി ബന്ധപ്പെട്ട മന്ത്രിമാരോ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്നതൊക്കെ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പോയിന്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആദിൽ സുമരിവാല. അത്ലറ്റ്സിൽ നമുക്ക് എന്താണ്? ആദ്യം എത്താനാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? ഒരു അത്ലറ്റിന് എപ്പോഴും ഇഷ്ടം എന്തിനാണ്? ആദ്യം എത്താനാണ്. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ്? ആദിൽ സുമരിവാലയാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ്. ഓർത്തിരിക്കുക, അത്ലറ്റില് എല്ലാവർക്കും ആദ്യം എത്തണം. അത്ലറ്റിന് ആദ്യം എത്തണം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആദിൽ സുമരിവാല. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ ആണെന്ന് ഓർക്കുക. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആദിൽ സുമരിവാലയാണെന്നും ഓർത്തിരിക്കുക. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗിന്റെ ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി ആണ്. ആരാണ്? സുമൻ ബെറി. അങ്ങനെയെങ്കിൽ CEO, നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് എന്തിന്റെ CEO? നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം. BCCI ചെയർമാൻ റോജർ ബിന്നി. BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. എന്താണ് BCCI? ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ചെയർമാൻ ആരാണ്? റോജർ ബിന്നിയാണ്. റോജർ ബിന്നി. നിലവിലെ CBI മേധാവി പ്രവീൺ സൂദ്. ആരാണ്? പ്രവീൺ സൂദ് ആണ് നിലവിലെ CBI മേധാവി. അപ്പോ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി, നീതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യം, BCCI ചെയർമാൻ റോജർ ബിന്നി. അങ്ങനെയെങ്കിൽ CBI മേധാവി ആരാണ്? പ്രവീൺ സൂദ്. നിലവിലെ ചീഫ് വിജിലൻസ് കമ്മീഷണർ
പ്രവീൺ കുമാർ ശ്രീവാസ്തവ, തിരിഞ്ഞു പോകരുത്. തൊട്ടു മുന്നേ പറഞ്ഞത് CBI മേധാവിയാണ്, അത് പ്രവീൺ സൂദാണ്. CBI സൂദ്, പ്രവീൺ സൂദാണ്. അടുത്തത് എന്താണ്? ചീഫ് വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ചീഫ് വിജിലൻസ് കമ്മീഷണർ. ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടിർക്കി ആണ് ഹോക്കി ഇന്ത്യ പ്രസിഡന്റ്. ഇന്ത്യ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ആരാണ്? ദിലീപ് ടിർക്കി ആണ്. ഈ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയിരിക്കുന്നു. നമുക്ക് അഭിമാന നിമിഷമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടിർക്കി ആണ്. ഓർത്തിരിക്കാം. നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ എന്താണ്, ഒരു അടി നടന്നാൽ, കോളേജിലൊക്കെ അടി നടന്നാൽ കൂടുതലായിട്ടും സിനിമാ നടന്മാരുടെ കയ്യിലിരിക്കുന്ന എന്താണ്? ഹോക്കി ബാറ്റ് ആണ് അല്ലേ? ഹോക്കി ബാറ്റും വീശിക്കൊണ്ടാണ് അവർ അടി കൂടാൻ പോകുന്നത്. അപ്പോൾ അത് ഓർത്തിട്ട് നമ്മുടെ സിനിമാ നടൻ ദിലീപിനെയും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആ കോളേജ് ക്യാമ്പസിൽ അടി കൂടാൻ പോകുന്നത് നമ്മുടെ സിനിമാ നടൻ ദിലീപാണ്. ഹോക്കി ബാറ്റുമായിട്ട് അടി കൂടാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ആരാണ്? ദിലീപ് ടിർക്കി ആണ്. ഇനി എന്തായാലും മറക്കില്ലല്ലോ, ഹോക്കി ചോദിച്ചാൽ ഉടനെ നമുക്ക് എന്ത് വരും? ഏതെങ്കിലും ഒരു കോളേജ് ക്യാമ്പസിലെ അടി, സിനിമകളിലെ അടി ഓർമ്മ വരും. നടന്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഹോക്കി ബാറ്റ് ആണ്. അവിടെ നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യുക? ദിലീപിനെ, സിനിമാ നടൻ ദിലീപിനെ കൊണ്ടുവരിക. സിനിമാ നടൻ ദിലീപിന്റെ കയ്യിലാണ് ആ ഹോക്കി ബാറ്റ് ഇരിക്കുന്നത്. ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടിർക്കി. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF പ്രസിഡന്റ് ആരാണ്? കല്യാൺ ചൗബ. ഒരു കല്യാണ ഓഡിറ്റോറിയത്തില് ഒരു ഫുട്ബോൾ ഫെഡറേഷൻ നടക്കുകയാണെന്ന് ഓർക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കല്യാണ ഓഡിറ്റോറിയത്തിനകത്ത് ഫുട്ബോൾ കളി നടക്കുകയാണ്. വളരെ നല്ലതായിരിക്കും അല്ലേ? അങ്ങനെ ഓർക്കുക, കല്യാണ ഓഡിറ്റോറിയത്തിനകത്ത് ഒരു ഫുട്ബോൾ നടക്കുകയാണ്. AIFF പ്രസിഡന്റ് കല്യാൺ ചൗബ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ആണ് കല്യാൺ ചൗബ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്താണ്? ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ. ആരാണ്? അനിൽ ചൗഹാൻ ആണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇന്ത്യൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി. അങ്ങനെയെങ്കിൽ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞത്? ഇവർ രണ്ടുപേരും ക്ലാസ്മേറ്റ് ആണ്. ഉപേന്ദ്ര ദ്വിവേദിയും അതുപോലെ ദിനേശ് കുമാർ ത്രിപാഠിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. നാവികസേനയും കരസേനയും പഠിച്ചാൽ ഉറപ്പായിട്ടും വ്യോമസേന നമുക്ക് വേണം. വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരി. ആരാണ്? വിവേക് റാം ചൗധരിയാണ് വ്യോമസേനാ മേധാവി. കുറച്ചും കൂടെ ഒരു വിവേകമുള്ള ആളാണ്. വിവേകം. വ്യോമസേനാ മേധാവി വിവേക് റാം ചൗധരി. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. ആരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ. നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് പ്രമോദ് ചന്ദ്ര മോദി. ഒരു മോദിയാണ്, പ്രമോദ് ചന്ദ്ര മോദി. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. അങ്ങനെയെങ്കിൽ ലോകസഭ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. ആരാണ്? ഉൽപ്പൽ കുമാർ സിംഗ്. ലോകത്തിനുള്ള ഉൽപ്പന്നം. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. ലോകസഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത്. ഇത് ഞാൻ ഇതിൽ ചേർത്തതിന്റെ കാര്യം, ഇത് വളരെ ലേറ്റസ്റ്റ് ആണ്, ഈ അടുത്ത് വന്നതാണ്. അതായത് കഴിഞ്ഞ ആഴ്ച നിയമിതനായ വ്യക്തിയാണ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് PT ബാബുരാജ്. നമ്മുടെ കേരള അപ്പോയിന്റ്മെന്റ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ടായില്ല, കാരണം ഇത് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു നിയമനമാണ്. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത് PT ബാബുരാജ് ആണ്. ആരാണ്? നമ്മുടെ സിനിമാ നടൻ ബാബുരാജിനെ ഓർത്താൽ മതി. PT ബാബുരാജ് ആണ് ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറായി നിയമിതനായത്.
ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഇത് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നിയമിതനായ വ്യക്തിയാണ് PT ബാബുരാജ്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ അപ്പോയിന്റ്മെന്റ്സ്. ഇതുപോലെ തന്നെ നമ്മുടെ കേരള അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും കാണുക. ഈ ആഴ്ച എക്സാം ഉള്ളവർ ഉറപ്പായിട്ടും കാണുക. 1 മാർക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്നും ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്